നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഏതാ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ മൃഗശാല എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരമാണ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ആണവ നിലയം സ്ഥാപിച്ച ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? ദ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അടുത്ത ചോദ്യം, ആമസോണിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് ഉള്ള ഇന്ത്യൻ നഗരം ഏതാണെന്നാണ്? ഹൈദരാബാദിലാണുള്ളത്. അടുത്ത നാലാമത്തെ ചോദ്യം, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി മാലാഹ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലിസ്കോപ്പ് ഉള്ള രാജ്യം ഏതാണ്? ദ ബിഗ്ഗസ്റ്റ് റേഡിയോ ടെലിസ്കോപ്പ് ചൈനയാണ്. അടുത്ത ചോദ്യം, ഡിഗ്രി പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്ക് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഹരിയാന. അടുത്ത ഏഴാമത്തെ ചോദ്യം, നിലവിൽ ഇന്ത്യയുടെ വിജിലൻസ് കമ്മീഷണർ ആരാണ്? സുരേഷ് N. പട്ടേൽ. അടുത്ത ചോദ്യം, അന്തരീക്ഷ ഈർപ്പം ഉപയോഗിച്ച് ശുദ്ധജലം ഉണ്ടാക്കുന്ന റെയിൽവേ പദ്ധതി മേഘദൂത്. അടുത്ത ചോദ്യം, 2021 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ആരാണ്? റാഫേൽ നാദൽ. അടുത്ത 10ാമത്തെ ചോദ്യം, യാസ് ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയ രാജ്യം? ഒമാൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി പ്ലാസ്മ ബാങ്ക് സ്ഥാപിതമായത്? കേരള ഫസ്റ്റ് പ്ലാസ്മ ബാങ്ക് നമ്മുടെ മഞ്ചേരിയിലാണ്. 12ാമത്തെ ചോദ്യം, മെക്കേദാതു പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി. അടുത്ത 13ാമത്തെ ചോദ്യം, ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി? അശ്വിനി വൈഷ്ണവ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച മൃഗം ഏതെന്നാണ്? സിംഹം. അടുത്ത ചോദ്യം, ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാമതാണ്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം, പൊസിഷൻ ഓഫ് ഇന്ത്യ ഇൻ ഒളിമ്പിക്സ് 48. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ തൊഴിൽ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. അടുത്ത 18ാമത്തെ ചോദ്യം, 2020 ഒക്ടോബറിൽ അന്തരിച്ച അയൺ ലേഡി ഓഫ് മുംബൈ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? പുഷ്പ ഭാവെ. അടുത്ത 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിർമ്മാണം നടക്കുന്നത് എവിടെയാണെന്നാണ്? രാമഗുണ്ടം, അത് തെലങ്കാനയിലാണ്. അടുത്ത 20ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഡ്രൈവ് ഇൻ വാക്സിനേഷൻ സെൻറ്റർ നിലവിൽ വന്നത്? ദ ഡ്രൈവ് ഇൻ വാക്സിനേഷൻ സെൻറ്റർ മുംബൈ. അടുത്ത 21ാമത്തെ ചോദ്യം, ആരാണ് ഇപ്പോഴത്തെ കേരള വനം മന്ത്രി? AK ശശീന്ദ്രൻ. അടുത്ത 22ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല? തൃശ്ശൂർ ജില്ല. അടുത്ത ചോദ്യം, കൊറോണ കവിതകൾ എന്ന കൃതി രചിച്ചത് ആരാണെന്നാണ്? PS ശ്രീധരൻപിള്ള. അടുത്ത 24ാമത്തെ ചോദ്യം, അവയവദാനത്തിൽ മികച്ച സംസ്ഥാനം ഏതെന്നാണ്? തമിഴ്നാട്. അടുത്ത 25ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി COVID-19 സാന്നിധ്യം തിരിച്ചറിയാൻ റാപ്പിഡ് ടെസ്റ്റിംഗ് ആരംഭിച്ച സംസ്ഥാനം? രാജസ്ഥാൻ. അടുത്ത 26ാമത്തെ ചോദ്യം, 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ മെഡലുകളുടെ പട്ടികയിൽ 1ാമതുള്ള രാജ്യം? അമേരിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അടുത്ത 28ാമത്തെ ചോദ്യം, 2020 ഡിസംബറിൽ ഗോവധ നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനം? കർണാടക. അടുത്ത 29ാം ചോദ്യം,
ഇന്ത്യയിലെ ആദ്യ പേവിഷ വിമുക്ത സംസ്ഥാനം, റാബീസ് കൺട്രോൾഡ് സ്റ്റേറ്റ്, ഇവിടെ ഗോവയാണ്. അടുത്ത 30ാമത്തെ ചോദ്യം, ലോകത്തിലെ വൃക്ഷ നഗരം എന്നറിയപ്പെടുന്ന ഏതാണെന്നാണ്? ദ ട്രീ സിറ്റി ഓഫ് ദ വേൾഡ്, ഹൈദരാബാദ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 13 ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.